ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഭാര്യ ഗർഭിണിയാണ്. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി. ഹൈറ. 2.5 കൊല്ലായിട്ട് ഞാനിവിടെ അബുദാബിയിലും ഓളവിടെ നാട്ടിലല്ലോ ഉസ്താദേ. ലാ ഹൗല വലാ. അത് ചെറായല്ലോ. ഇതൊക്കെ ഇപ്പൊ കാർഗൊക്കെ വെച്ച് വേണം തുടങ്ങിയോ? സംശയം കുടുങ്ങിയപ്പോഴാണ് ഞാൻ വല്യുസ്താനെ വിളിച്ചത്. അത് നന്നായി. എന്നിട്ട് വല്യുസ്താൻ എന്താ പറഞ്ഞേ? അതിൽ സംശയിക്കാനൊന്നും വേണ്ട. 4.5 കൊല്ലം വരെ പെണ്ണുങ്ങൾക്ക് ഗർഭിരിക്കുക സാറേ എന്നാണ് വല്യുസ്താദ് എന്നോട് പറഞ്ഞത്. വല്യുസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും സംശയിക്കണ്ടട്ടാ. 4.5 കൊല്ലം വരെ പെണ്ണുങ്ങൾക്ക് ഗർഭിരിക്കും. പരസ്പരം പാരിജാതത്തിലൊക്കെ പെണ്ണുങ്ങള് പള്ളയിലായി കഴിഞ്ഞാൽ 4.5 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ പെറുന്നത്. സീരിയല് നമുക്ക് ഹറാമല്ലോ ഉസ്താദേ. സിനിമകളും നമുക്ക് ഹറാമു. അസർബേ, അപ്പൊ ഇനി ഒന്നും സംശയിക്കണ്ട. വല്യുസ്താദ് പറഞ്ഞാണ് അതിന്റെ ശരിട്ടാ. അസർബിന്റെ പേരെന്നല്ലേ വല്യുസ്താദിന് ഉച്ചക്ക് ചെലവിന് കൊടുക്കണേ? അസർബേ, വല്യുസ്താദിന്റെ ചെലവ് നിങ്ങൾ കൊണ്ടുകൊടുക്കണോ അതോ വല്യുസ്താദ് വീട്ടിൽ വന്ന് തിന്നേ? വല്യുസ്താദ് വീട്ടിൽ വന്നല്ല ഉസ്താദേ. വല്യുസ്താദ് വീട്ടിൽ വന്ന് തിന്നാത്രേ. ോട് മറ്റൊരു ചോദ്യം, ഹൽ സ്വഹീഹുൻ അന്ന ഇസ്ഖാത്തൽ മർഅതി ലിൽ ജനീൻ ഹുവ മിനൽ ജിന്നി വശയാത്തീൻ. ചില സ്ത്രീകൾക്ക് അവരുടെ വയറ്റിൽ വെച്ച് കുട്ടി മരണപ്പെട്ടിട്ട് അങ്ങനെ ആ ഗർഭം അലസിപ്പോകുന്നു. ഇതിൽ ജിന്നിന് ശൈത്താനുകൾക്ക് വല്ല പങ്കുമുണ്ടോ എന്നാണ്. എന്താണ് അദ്ദേഹത്തിന്റെ മറുപടി? നഅം, അതേ പങ്കുണ്ട്. ഖദ് തുഅസ്സിറു ശയാത്തീൻ, പിശാചുക്കൾ അതിൽ സ്വാധീനിക്കുന്നുണ്ട്. തദ്രിബു ബത്നൽ മർഅ വതുസബ്ബിബു സുഖൂത്തൽ ജനീൻ, സ്ത്രീയുടെ വയറിന് പിശാച് അടിക്കുകയും അങ്ങനെ ആ കുഞ്ഞ് അബോർഷൻ സംഭവിക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും ഇദാ ഖാഫത്തിൽ മർഅതു മിനശ് ശയാത്തീൻ ഫഇന്നഹും യദുറൂനഹ, വല്ലാതെ പിശാചിനെ പേടിക്കുന്ന സ്ത്രീകളാണെങ്കിൽ പിശാച് അവരെ കളിപ്പിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യും. ഫഇന്നഹും യദ്രിബൂനഹ വയുസ്ഖിതൂന ഹംലഹ ഔ യഖ്തുലൂനഹു, അങ്ങനെ അവർ സ്ത്രീകളെ അടിക്കുകയും അല്ലെങ്കിൽ അവരുടെ വയറ്റിന് അടിക്കുകയും അങ്ങനെ ആ ക്യാരിയിങ്, ആ ഗർഭം അലസാൻ അത് കാരണമായി തീരുകയും ആ കുഞ്ഞിനെ കൊല്ലുകയും ചെയ്യുന്നു. ഔ യഖ്തുലൂനഹു, ആ കുഞ്ഞിനെ കൊല്ലാൻ വരെ ശൈത്താൻ കാരണമായി തീരുന്നു. പൈശാചിക സേവകളുള്ളിടത്തെല്ലാം വ്യഭിചാരം ഉണ്ടാവും. ആഭിചാര വിദ്യ, കൂടോത്രം ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? വ്യഭിചാരം ഉണ്ടാവും. കൂടോത്രക്കാരൻ വ്യഭിചാരിയായിരിക്കും. അല്ലെങ്കിലും രഹസ്യമായ വേലത്തരങ്ങളെല്ലാം വ്യഭിചാരത്തിലേക്ക് നയിക്കും. അതെന്താണെങ്കിലും വേണ്ടില്ല. അത് ഞാൻ ഔലിയപ്പാപ്പയാണെങ്കിലും പാടില്ല. വാതിലടച്ച് പെണ്ണുങ്ങളെ മന്ത്രിച്ചു, ഇതൊക്കെ വ്യഭിചാരത്താണ് ഇതിന്റെ അവസാനം എത്തിച്ചേരുക. നാട്ടിൽ പരിപാടിയും നല്ല സംഗതിയല്ല. ഏത് ഔലിയാണെങ്കിലും ഔലിയ കുന്ത ഒന്നും നോക്കണ്ട. നിങ്ങള് ഒരൗലിയില്ല, ഒലക്കയില്ല. അള്ളാന്റെ ദീനാണ് പ്രധാനം. ഞാൻ ഔലിയപ്പാപ്പയാണ്, എനിക്ക് മന്ത്രിച്ചൂതാന്ന് പറയാൻ പറ്റൂല. അതൊക്കെ നുണയന്മാരാണ്, കള്ളന്മാരുമാണ്. അങ്ങനത്തെ ഒരു ഔലിയന് ഇസ്ലാമിൽ ആവശ്യമില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ ചാറ്, ഈ ചോറ് തന്നെ ഇസ്ലാം മതം. ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ ഒരു കുതിരവിടലല്ല. കുറച്ചാളുകൾ മന്ത്രിച്ചു വിടുന്ന പരിപാടി ഇസ്ലാമിലില്ല. ഞാൻ ഔലിയാണ്, ഞാൻ കുന്താണ്, അതൊന്നും പറയാൻ പറ്റില്ല. അടിച്ചിട്ട് അവരെയൊക്കെ നാട്ടി വിടണം. അങ്ങനെ വാതിലടച്ച് മന്ത്രിക്കണ ശൈത്താന്മാര് അമുക്കുകൾ ഉണ്ടെങ്കിൽ ഓൻ ഔലിയല്ല, ഓൻ കുന്തല്ല, ഓൻ ആട്ടി വിടണം നാട്ടിൽ നിന്ന്. അങ്ങനത്തെ ഒരു ഇസ്ലാം തന്നെയല്ല അങ്ങനത്തെ ഒരു പരിപാടി. അതെന്താണെങ്കിൽ വ്യഭിചാരത്തിലെത്തിക്കാം. അതെന്താണെങ്കിൽ വ്യഭിചാരത്തിലെത്തും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതൊന്നും ഇസ്ലാമിലില്ല. നിങ്ങൾ പത്രം പറഞ്ഞാൽ പോരെ. അങ്ങനത്തെ സംഭവം ഒന്നും ഇസ്ലാമിലില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റായ നിയമങ്ങളാണ്, വളരെ സ്ട്രിക്റ്റായ കാര്യങ്ങളാണ്. അപ്പൊ ഞാനിത് പറയാൻ കാരണം എന്താ? കൂടോത്രങ്ങളിലെല്ലാം രഹസ്യങ്ങളായ കളികളാണ്. അതുകൊണ്ടാണ് ഗൂഢപത്രം